ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വേദയുടെയും വിക്രത്തിൻ്റെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമല അമ്മ നന്ദിനിയോട് പറയുകയാണ്, അവർ രണ്ടുപേരും ഏതായാലും കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. നീ ഇടയ്ക്ക് പറയാറില്ലേ വേതാളമെന്ന്? ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നത്. വിക്രമിനെ ചുറ്റി വരഞ്ഞ വേതാളം പോലെ തന്നെയാണ് അവർ പോയിരിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ നന്ദിനി ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഓർക്കുകയാണ്. കാരണം വിക്രത്തിൻ്റെ ബൈക്കിലും കയറി വേതാളം പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ വിക്രത്തെ പിടിച്ചിരിക്കുന്ന ആ രംഗങ്ങളാണ് നമ്മുടെ നന്ദിനിയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത്. അപ്പോൾ നന്ദിനി, നീ എന്താ ആലോചിക്കുന്നു? നന്ദിനി, അല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിന് വിക്രം ഒന്നും കറങ്ങാനായിട്ട് പോയതായിരിക്കില്ല. ആര് പറഞ്ഞു? വിക്രം കറങ്ങാൻ തന്നെ പോയതാ. എന്തായാലും എൻ്റെ രണ്ട് മരുമക്കൾക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. ഏതായാലും ഇളയ മരുമകൾക്കെങ്കിലും ആ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. അല്ല, മൂത്തവനാണെങ്കിൽ നിന്നെ എങ്ങും കൊണ്ടുപോയില്ല. പിന്നെ മറ്റവനാണെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല. അങ്ങനെ ഒരു ഗതിയിലല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായല്ലോ എന്നാലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്കാണെങ്കിൽ കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ല. നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് വരുന്ന ഫോൺ വിളിയാ, ഭയങ്കര ബിസിനസ് കാര്യങ്ങളും ഒക്കെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്ക് കലി വന്നിട്ട് നന്ദിനി തൊടയെ കയറി ഒരു പിച്ച് പിച്ചുകയാണ്. അയ്യോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞോണ്ട്, അയ്യോ ഇല്ല സാറേ, എന്നെ ഇവിടെ ഒരു തേനീച്ച കുത്തി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നുള്ളി പറിച്ചത്? നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടോ? അതിനിങ്ങനെ നുള്ളി പറിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് പറഞ്ഞാൽ പോരെ? നിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾ സാധിച്ചു തരില്ലേ? പിന്നെ ആഗ്രഹം ഇപ്പം സാധിച്ചു തരും. നിങ്ങൾ എന്തെങ്കിലും കാര്യം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ടോ മനുഷ്യ? എന്താണ് നിനക്ക് ഞാൻ സാധിച്ചു തരാത്തത്? എല്ലാം തന്നിട്ടുണ്ടല്ലോ. പിന്നെ തന്നിട്ടുണ്ട് എങ്കിലേ എനിക്കൊരു കാര്യം വേണം. എന്താ പറ, നിനക്ക് എന്താണ് ഞാൻ സാധിച്ചു തരേണ്ടത്? എങ്കിലേ നിങ്ങൾ ഉടനെ തന്നെ ഒരു ബൈക്ക് മേടിക്കണം. ബൈക്കോ? എന്തിനിപ്പോൾ ബൈക്ക്? നിനക്ക് ബൈക്ക് ഓടിക്കാൻ വല്ല അറിയാവോ? എനിക്കല്ല, നിങ്ങൾക്ക് ആ ബൈക്ക് മേടിക്കാൻ പറഞ്ഞു ഞാൻ. അതായത് അതെ, ഇന്ന് അറിയാമോ, വേതാളമല്ലേ, ആ വേതാളവും വിക്രമും കൂടി ചേർന്ന് ബൈക്കിൽ ചുറ്റാൻ പോയിരിക്കുക. എനിക്കിതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല. നിങ്ങളൊരു ബൈക്ക് മേടിക്കണം, എന്നിട്ട് നിങ്ങൾ എന്നെ ചുറ്റി കൊണ്ടുപോകണം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് അത്രയുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ പോരെ, വിക്രത്തിനോട് ഒരു ദിവസം ഇവിടെ ബൈക്ക് വെച്ചിട്ട് പോകാൻ പറയാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ആ ബൈക്ക് എടുത്തുകൊണ്ട് കറങ്ങാം. എനിക്കിത്തിരി എക്സ്പീരിയൻസ് ഒക്കെ കുറവാണ്, എന്നാലും ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെയെങ്കിലും നിന്നെ ആ ബൈക്കിൻ്റെ പുറകിലിരുത്തി ഞാൻ ചുറ്റിക്കറക്കാൻ കൊണ്ടുപോകാം. നന്ദിനി, നിങ്ങളെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ വെള്ളം വെച്ചുകൊണ്ട് നടന്നോ? എന്നെ ലാസ്റ്റ് നമ്മളായിരിക്കും പുറത്താകാനായിട്ട് പോകുന്നത്. നമ്മൾ പുറത്താകാനായിട്ടോ? എന്തിനാ നമ്മൾ പുറത്താകാനായിട്ട് പോകുന്നത്? എന്തിനാ? നിങ്ങളുടെ അമ്മേ, അതെ, അവൾക്ക് സപ്പോർട്ടാ. നമ്മളെന്താ വിചാരിച്ചത്? അമ്മ നമുക്ക് സപ്പോർട്ടാണെന്നല്ലേ? അല്ല, ഇത് വിക്രവും ആ വേദയും അമ്മയും ചേർന്നുള്ള ഗൂഢാലോചനയാ. അമ്മ തന്നെയാ അവളെ പറഞ്ഞു വിട്ടത് അവനോടൊപ്പം കറങ്ങാൻ വേണ്ടി. ആണോ നന്ദിനി? നീ പറഞ്ഞ സത്യമാണോ? അതെ. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, ഞാനും ശ്രീചേട്ടത്തിയും ഒരു പാവമാണ്. പക്ഷേ ഇതിലേറ്റവും ഭയങ്കര ആരാ? അത് വേദയല്ലേ? ഭയങ്കരയല്ല, അവള് നല്ലവളാ. കാരണം പഠിപ്പുണ്ട്, പണമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവൾക്ക് പഠിപ്പും പണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ തലയിൽ തന്നെ അവളെ വെച്ചു കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് മനുഷ്യ. അത് നിങ്ങൾ ചിന്തിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പുറത്താകുക തന്നെ ചെയ്യും. നന്ദിനി, നീ പറഞ്ഞ സത്യമാണോ? സത്യം തന്നെയാ. നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും? ഒന്നിനും പറ്റൂല. നിങ്ങളുടെ ഏട്ടനോ തനി സമയം ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെയും വിക്രത്തെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. വിക്രം ഇച്ചിരി മോശ സ്വഭാവമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇനി അവൻ്റെ സ്വഭാവം വല്ല മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും മുൻപന്തിയിൽ നിൽക്കാനായിട്ട് പോകുന്നത്. നന്ദിനി, അതിനിപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും? അവൻ്റെ സ്വഭാവം നല്ലതാക്കാൻ പാടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അയ്യോ, വിക്രത്തിൻ്റെ സ്വഭാവം നന്നായിക്കോട്ടെ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവള് മുഖേന വിക്രത്തിൻ്റെ സ്വഭാവം നന്നാവരുത്. അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെ. എങ്കിലേ ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ. ഒരു ബിസിനസ് ഡീലാണേ. ആ ഒരു ബിസിനസ് ഡീല് ഏറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടിയാലേ നമുക്ക് ഈ സൗത്ത് ഇന്ത്യ ഫുള്ളും കറങ്ങി നടക്കാം എൻ്റെ നന്ദിനി കുട്ടി. അപ്പം ഞാൻ പൊയ്ക്കോട്ടെ. എൻ്റെ ദൈവമേ, ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഇവളിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മുന്നിലേക്ക് വന്നോളും എന്നും പറഞ്ഞ്
അങ്ങനെ നമ്മുടെ വിക്രമത്തിനെയും വേദയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി ഒരു ബീച്ചിലെത്തിരിക്കുക. ബൈക്ക് അവിടെ നിർത്തി വെച്ച് ആ ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കുക. അപ്പോൾ കുറച്ച് കളിപ്പാട്ടം വിൽക്കുന്ന ആളെയും കാണുന്നുണ്ട്. അപ്പോൾ വിക്രം പറയണ വേദ നീ ഇവിടെ നിൽക്ക്, ദേ അവിടെ ഒരു കട കണ്ടോ, അത് നല്ല ബജിക്കടയാ. ചിലവരൊക്കെ ഇവിടെ വരുന്നത് ആ ബജി കഴിക്കാൻ വേണ്ടി തന്നെയാ. ആ നല്ല പ്ലേസ് ആണല്ലോ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കിവിടെയൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോളേജിലെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഏതായാലും ബജി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വേദയെ അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ വിക്രം ബജി മേടിക്കാനായിട്ട് ചെല്ലുക. അപ്പോൾ വേദ മനസ്സെന്തിക്കാണ്, വിക്രത്തിൻ്റെ മനസ്സ് ആ ശൗര്യൊക്കെ ഉരുകിയെന്നാണല്ലോ തോന്നുന്നത്. പക്ഷേ വിക്രം ചിന്തിച്ചുകൊണ്ട് പോകുന്നത്, എടി വേദ, നിനക്കിട്ട് ഞാൻ ഇപ്പം തരാടി ഒരു പണി എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ വേദ ആ കളിപ്പാട്ടക്കടയിൽ നിന്ന് ഒരു ബബിൾസ് ഊതുന്ന ഒരു സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ബബിൾസ് ഊതി കളിക്കുക. അപ്പോൾ വിക്രം ചെല്ലുന്നുണ്ട്, ചേച്ചി 2 ബജ്ജി വേണം. ആ ഇപ്പം തരാം മോനെ. അതെ സാദാ ബജ്ജി പോരാതെ ആ മുളക് വെച്ചുള്ള ബജ്ജി. അയ്യോ ഇത് ഉഴുന്നിനരക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മുളകാ മോനെ. അതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ എരിവ് ഭയങ്കരമാ, സഹിക്കാൻ പറ്റില്ല. അന്ന് സാരമില്ല ചേച്ചി, ഇതെല്ലാം കഴിക്കുന്ന ഒരാളുണ്ടെന്നേ. ചേച്ചി അത് വെച്ച് ഒരു ബജി ഉണ്ടാക്ക്. അങ്ങനെ ആ ചേച്ചി അത് വെച്ച് തന്നെ ബജി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വേദ ഈ ബബിൾസ് ഊതി കളിക്കുന്നത് കണ്ട് ചിരിച്ച് ആറുമാതിച്ച് നിൽക്കുകയാണ് നമ്മുടെ വിക്രവ്. അങ്ങനെ ആ ബജിയും കൊണ്ട് നേരെ വിക്രം വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബബിൾസ് ഊതി കളിക്കുവാണോ? അതെ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഭയങ്കര രസമുണ്ട്. എങ്കിലേ ഈ ബജി നീ ഇനി കഴിക്ക്, ബബിൾസ് ഊതി ഞാൻ കളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ആ ബബിൾസ് മേടിച്ചിട്ട് ഈ ബജി വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ വേദയുടെ കയ്യിലേക്ക് കൊടുത്തു. വേദയാണെങ്കിൽ ആ ഒരു ബജി ഒറ്റ കടിക്കുക. കടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തൊരു പ്രത്യേകത, വീണ്ടും ആ ബജി ഒന്നും കൂടി കടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നോ ഒടുക്കത്തെ എരിവ്. അത് കണ്ട് നമ്മുടെ വേദയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. വേദയാണെങ്കിൽ വിക്രത്തെ നോക്കിയാണ്. വിക്രമാണെങ്കിൽ അപ്പം കിടന്ന് ഭയങ്കര പൊട്ടിച്ചിരി. വിക്രത്തെ തന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ പിന്നാലെ ഓടുക. കുറേ വിക്രം അങ്ങോട്ട് ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. തല കറങ്ങുന്ന രീതിയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ട വിക്രമത്തിനാണെങ്കിൽ ടെൻഷൻ. അങ്ങനെ വിക്രം ഓടി ചെല്ലുകയാണ് വേദയെ പിടിക്കാനായിട്ട്. അപ്പോഴേക്കും വേദ തല കറങ്ങി വീഴുകയാണ്. ആ വീഴാൻ പോകുന്നതിന് മുമ്പ് തന്നെ കൈവച്ച് താങ്ങി പിടിക്കുകയാണ് വിക്രം. അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ആകെ പേടിയും തോന്നി. എൻ്റെ ദൈവം, ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാനില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ എങ്കിൽ പിന്നെ എനിക്ക് ഓട്ടോ ഒന്നും വേണ്ട, ഞാൻ ബൈക്കിൽ വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ അഭിനയം വരുന്നത്. ഇത് കണ്ട വിക്രത്തിന് കലിയും വരികയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ എടി എങ്കിൽ പിന്നെ ഞാനിങ്ങനെയൊക്കെ ചെയ്യണ്ടേ? നിങ്ങളെനിക്ക് ബജിയിൽ പണി തന്നു. അപ്പോൾ ഇത് അത്രയ്ക്കും വലിയ പണിയൊന്നും അല്ലെങ്കിലും നിങ്ങൾക്കിട്ടും ചെറിയ പണി ഞാൻ തരണ്ടേ? ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദവും കൂടി ആ ബൈക്കിൽ കയറി പോവാം. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീനിവാസനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേദയുടെ ആങ്ങള. അപ്പോൾ ശ്രീനിവാസനോട് പറയണ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, ജഡ്ജിയുടെ മകനാണെന്നും പറയണ, വരാൻ പറയൂ. അതെ ഞാനിവിടെ വന്നത് ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയാ. പിന്നെ ഈ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതെ നിങ്ങളുടെ പാർട്ടിയിൽ പുതിയ 2 പേര് ചേർന്നിട്ടുണ്ടല്ലോ, ഒരു കപ്പിൾസ്, വിക്രവും വേദയും. അവരുടെ ബന്ധം എങ്ങനെയെങ്കിലും പിരിക്കണം, അവർ തെറ്റിപ്പിരിയണം. ഇത് കേട്ട് നമ്മുടെ ശ്രീനിവാസനാണെങ്കിൽ അതെ ഇത് കുടുംബ കോടതിയല്ല, ഇത് രാഷ്ട്രീയക്കാരുടെ ഇതാണ്. ഓ മനസ്സിലായെന്നേ. നിങ്ങൾ വിചാരിച്ചാൽ എന്താണ് സാധിക്കാൻ കഴിയാത്തത്? പിന്നെ രാഷ്ട്രീയത്തിന് പേരുദോഷമില്ലാതിരിക്കാൻ വേണ്ടിയാണല്ലോ വിക്രം വേദയെ കെട്ടിക്കൊണ്ടു വന്നപ്പോൾ അതൊരു പ്രണയവിവാഹമാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വരത്തിയത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇതിനെ കൊണ്ട് സാധിക്കുമെന്നും ശ്രീനിവാസനോട് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രവും വേദയും കൂടി നേരെ ബൈക്കിലിങ്ങനെ വരിക. ബൈക്കിലിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ബൈക്കിൻ്റെ ടയർ പഞ്ചറായോ, എന്തു പറ്റി? ഞാനൊക്കെ പേടിച്ചു പോലും. ആ ടയർ പഞ്ചറായതാ. ഞാൻ പേടിച്ചു, ഞാൻ വീഴാൻ പോകുന്നതെന്ന് പേടിച്ചു പോയി. എങ്കിലേ നമുക്ക് നടക്കാനോ? ഇനിയൊരു 10 കിലോമീറ്റർ നടക്കാനുണ്ട്. ദൈവമേ 10 കിലോമീറ്റർ നടക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല 10 കിലോമീറ്റർ നടക്കാൻ. എങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഈ നട റോട്ടിൽ വെയിലും കൊണ്ട് അങ്ങനെ നിന്നോ, നല്ല സുഖമായിരിക്കും. ഞാൻ ഏതായാലും പോവാം, എനിക്ക് ഏതായാലും നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അല്ല ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പൊന്നുമില്ലേ? ഭാഗ്യത്തിനോട് വർക്ക്ഷോപ്പൊന്നുമില്ല.
പിന്നെ ഇവിടെ വണ്ടി കിട്ടാനും വളരെയേറെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ട് നടന്നേ മതിയാവുള്ളൂ. വേണമെങ്കിൽ വാ, ഞാൻ പോവാ. അയ്യോ ഞാനും വരുന്നു. അങ്ങനെ ഇവർ കുറേ നടക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ പോലും ഒരു വണ്ടി പോലും കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കടയിൽ നിന്ന് നമ്മുടെ വിക്രം കുറച്ച് വെള്ളം മേടിച്ച് കൊടുക്കുകയാണ്. കുടിക്ക്, വെള്ളം കുടിക്ക്. അപ്പോഴേക്കും ദേ വരുന്നൊരു ഓട്ടോറിക്ഷ. അത് നമ്മുടെ രാധയുടെ ഓട്ടോറിക്ഷയായിരുന്നു. അപ്പോൾ രാധ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കണം, നിങ്ങൾ എന്താ കറങ്ങാൻ പോയതാണോ? അപ്പോൾ എടുത്ത് വായിക്കും വേദ പറയണം, അതേ ഞങ്ങൾ കറങ്ങാൻ പോയതാ. അതെന്ത് ചോദ്യമാണ് രാധേ? പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ കറങ്ങാൻ പോകണ്ടേ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ വിക്രമാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കുക. ഞാനവരോട് പറയട്ടെ രാധേ, ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങളൊന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകണം. പറ്റില്ല. അതെന്താ രാധേ, നിനക്കറിയാലോ ഇവിടെ വണ്ടിയൊന്നും കിട്ടില്ല എന്ന്. ദേ നിങ്ങൾ കറങ്ങാൻ പോയതാണല്ലേ? അപ്പോൾ വീണ്ടും വേദ പറയണം, അതേന്നേ ഞങ്ങൾ ഇറങ്ങിയത് കറങ്ങണമെന്ന് ഉദ്ദേശം കൊണ്ട് തന്നെയാ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി, പിന്നെ മാളിൽ പോയി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കറങ്ങി നടന്നു. അപ്പോൾ വിക്രത്തിന് കാലി വന്നിട്ട് നീ ആൾ കൊള്ളാലോടി, ഇവിടെ ഒരാൾ സഹായിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇവിടെ ഷൈൻ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറയുകയാണല്ലേ. സഹായിക്കാൻ വന്നവരെ ആക്ഷേപിക്കല്ല വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധയ്ക്ക് ഭയങ്കര ഗമ. അപ്പോൾ രാധയോട് ചോദിക്കണം വിക്രം, അല്ല രാധ എന്നെ ഒന്ന് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുമോ? കേട്ടല്ലോ. പക്ഷേ വിക്രം മാത്രമേ കയറാൻ പാടുള്ളൂ, ഇവളെ ഞാൻ കയറ്റില്ല. അതെന്താ ഞങ്ങളെ കയറ്റിയാൽ ചോദിച്ചപ്പോഴേക്കും ഇവളെ ഞാൻ കയറ്റില്ല, അത്ര തന്നെ. ഇവള് അത്ര അഹങ്കാരിയാണ്, അതുകൊണ്ട് ഇവളെ കയറ്റാൻ എനിക്ക് മനസ്സില്ല എന്ന രീതിയിൽ തന്നെ അവിടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.